നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 615th day. Today's 7th sloka of പ്രഥമസ്കന്ധം 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീമദ് മഹാഭാഗവതം 615 ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 615 ദിവസം, പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാ സഹ സംവാദസമഭൂതാദ യത്രൈഷാ സാത്വതി ശ്രുതി. ഓം തത്സത്. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാ സഹ സംവാദസമഭൂതാദ യത്രൈഷാ സാത്വതി ശ്രുതി. യത്രൈഷാ സാത്വതി ശ്രുതി. ഓം തത്സത്. കഥം വ എങ്ങനെ, പാണ്ഡവേയസ്യ പാണ്ഡുകുലത്തിൽ ജാതനായ, രാജർഷിക്ക്, മുനിനാ സഹ മുനിയോടുകൂടെ, സംഭാഷണം, സമഭൂൽ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു, യത്ര ഏതൊന്നിൽ, യേഷാ സ്വാത്വതി ശ്രുതി ഈ ഭാഗവത സംഹിത, എത്രൈഷാ സ്വാത്വതി ശ്രുതി ഈ ഭാഗവത ശ്രുതി ആസീത് സംഭവിച്ചു. ഇങ്ങനെയാണ് ഈ രാജർഷിയായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവിന് എപ്രകാരമാണ് ഈ മുനിയോടുകൂടി സംവാദം ഉണ്ടായത്. ആ പരീക്ഷിത് രാജാവും മുനിയും തമ്മിലുള്ള സംവാദമാണ് ഈ ശ്രീമദ് മഹാഭാഗവതം. ഏഷാ സ്വാത്വതി ശ്രുതി എന്ന് പറയുന്നത് എത്ര ഏഷാ സ്വാത്വതി ശ്രുതി ഈ ഭാഗവത സംഹിതയാണ് സാത്വതി ശ്രുതി എന്ന് പറയുന്നത്. സാത്വികം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ശ്രുതി. അത് പാണ്ഡുകുലത്തിൽ ജനിച്ച പരീക്ഷിത് മഹാരാജാവിന് ശുഗമുനിയോടുകൂടി സംഭാഷണമുണ്ടാവാൻ എന്ത് സംഗതി? ആ സംവാദത്തിൽ നിന്നുണ്ടായതാണല്ലോ ഈ ഭാഗവത സംഹിത എന്ന് ശൗനക മഹർഷി സൂത പൗരാണികനോട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് പരീക്ഷിത്തും ഈ മഹാമഹർഷിയായിട്ടുള്ള ശ്രീ ശുഗബ്രഹ്മർഷിയും തമ്മിൽ സംവാദം ഉണ്ടാവാൻ കാരണം എന്താണ്? എങ്ങനെയാണ് അവർ തമ്മിൽ സംവാദം ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് ഇവിടെ. ശ്ലോകം ഒരിക്കൽ കൂടി. കഥം വാ പാണ്ഡവേയസ്യ രാജർഷേർമുനിനാ സഹ സംവാദസമഭൂതാദ യത്രൈഷാ സാത്വതി ശ്രുതി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.